സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൈക്ലിക് ഗ്രൂപ്പുകളെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ജി ഒരു ഗ്രൂപ്പാണ്. എ എന്ന് പറയുന്നത് ജിയുടെ ഒരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസഡ് എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. അതിനെ നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് സബ് ഗ്രൂപ്പ്. നമ്മൾ നൊട്ടേഷൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എ സൈക്ലിക് സബ് ഗ്രൂപ്പ് എ ഓഫ് ജി ജനറേറ്റഡ് ബൈ എ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓൾസോ ഇതൊരു ഗ്രൂപ്പ് ജി എടുത്തു കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പ് ജിനെ നമുക്ക് ഒരു എലമെന്റിന്റെ പവർ ആയിട്ട് എല്ലാ എലമെന്റുകളെയും എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണ് എ എന്ന് പറയാൻ പറ്റും. ഗ്രൂപ്പ് ഇറ്റ്സെൽഫ് സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ പറ്റും. സോ എപ്പോഴാണ് ഒരു ഗ്രൂപ്പിനെ സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ പറ്റുന്നത്? ആ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാകും. ആ ഒരു എലമെന്റ് കൊണ്ട് നമുക്ക് ഇതിനെ ജനറേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു എലമെന്റ് കൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് ബാക്കി എല്ലാ എലമെന്റുകളെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു എയിനെ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ജനറേറ്റർ എന്ന് വിളിക്കും. ജി ഈസ് ഈക്വൽ ടു സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എയിനെ സൈക്ലിക് ഗ്രൂപ്പ് എന്നും പറയും. ഇതാണ് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് എ റൈസ് ടു എൻ ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിനെ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഇനി ഒരു ജി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ സബ് ഗ്രൂപ്പിന്റെ ഓർഡറിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് എ എന്ന് വിളിക്കുന്നത്. ഓർഡർ ഓഫ് ഈ എ എന്ന് പറയുന്ന എലമെന്റ് ആണ് കേട്ടോ. ഇനി അതർവൈസ് വി സേ എ ഈസ് ഓഫ് ഇൻഫിനിറ്റ് ഓർഡർ. ആ ഒരു ഫൈനൈറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു പർട്ടിക്കുലർ ഫൈനൈറ്റ് ആണ്, ആ സൈക്ലിക് സബ് ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സബ് ഗ്രൂപ്പിന്റെ ഓർഡറിനെയാണ് നമ്മൾ എയുടെ ഓർഡർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ അല്ല, അതൊരു ഇൻഫിനിറ്റ് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയുടെ ഓർഡർ ഇൻഫിനിറ്റ് ഓർഡർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ കുറച്ച് സൈക്ലിക് ഗ്രൂപ്പിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ തിയറം, എവരി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. ഏതൊരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും അത് അബീലിയൻ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. വളരെ എളുപ്പമാണ് ഇത് കാണിക്കാനായിട്ട്. ഏതൊരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും അബീലിയൻ ആണെന്ന് കാണിക്കണം. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുക്കണമല്ലോ. ലെറ്റ് ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ്. ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് എപ്പോഴും ഒരു ജനറേറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ജനറേറ്റർ കൂടി സ്പെസിഫൈ ചെയ്യണം അല്ലെ. വിത്ത് ജനറേറ്റർ, ഞാനിപ്പോ ജനറേറ്റർ ആയിട്ട് എന്ത് വിളിക്കുന്നു? ജനറേറ്റർ ആയിട്ട് എ എന്ന് പറയുന്ന എലമെന്റിനെ എടുത്തു. ഇത് ജനറേറ്റർ എ. ഇനി എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് അബീലിയൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് ഡെഫിനിഷൻ അറിയാം. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ജി ആവുമ്പോഴാണ് നമ്മൾ അതിനെ അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഓർഡർ കമ്മ്യൂട്ടേറ്റിവിറ്റി എപ്പോഴും ഹോൾഡ് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ എ എന്ന് പറഞ്ഞ ജനറേറ്ററിനെ എടുത്തുകൊണ്ട് എനിക്കിവിടെ എയും ബിയും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരേ നൊട്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നൊട്ടേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി. എന്നിട്ട് G1, G2 രണ്ട് എലമെന്റ്സ് ജിയിലുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് കാണിക്കേണ്ടത് G1 സ്റ്റാർ G2 എടുത്താലും G2 സ്റ്റാർ G1 എടുത്താലും സെയിം ആൻസർ ആണെന്നാണ്. അപ്പൊ ഈ G1ഉം G2ഉം ഒരു സൈക്ലിക് ഗ്രൂപ്പിനകത്താണ് ഉള്ളത്. നമ്മൾക്കറിയാം സൈക്ലിക് ഗ്രൂപ്പ് ജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ദാറ്റ് ഈസ് ജി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു ഇസഡ് ഫോമിലായിരിക്കും ഉള്ളത്. അതായത് ഈ ജിയിലെ ഏത് എലമെന്റിനെ എടുത്താലും എ റൈസ് ടു സം ഇൻഡിജർ ഫോമിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ നമ്മൾ G1ഉം G2ഉം ജിയിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? G1 എന്ന് പറയുന്നത് എ റൈസ് ടു സം ഇൻഡിജർ ആയിരിക്കും. G2 എന്ന് പറയുന്നത് എ റൈസ് ടു സം ഇൻഡിജർ ആയിരിക്കും അല്ലെ. ഫോർ സം എസ് കോമ ആർ ബിലോങ്സ് ടു ഇസഡ്. അപ്പൊ അവർ രണ്ട് ഇന്റിജേഴ്സ് ആയിരിക്കും. അങ്ങനെ എയുടെ ഒരു ഇന്റിജർ പവർ ആയിട്ട് നമുക്ക് ഏത് എലമെന്റിനെയും എഴുതാൻ പറ്റും. ഇനി G1 സ്റ്റാർ G2 എന്ന് പറയുമ്പോൾ എ റൈസ് ടു എസ് സ്റ്റാർ എ റൈസ് ടു ആർ എന്നാണ് വരുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ അർത്ഥം എന്താണ്? എയിനെ എസ് ടൈംസ് സ്റ്റാർ ചെയ്യാന്നുള്ളതാണ്. അതായത് എ സ്റ്റാർ എക്സെട്ര സ്റ്റാർ എ, ഇത് എസ് ടൈംസ് ഒരു സ്റ്റാർ കൊടുത്തു. ഇനി എ സ്റ്റാർ എക്സെട്ര സ്റ്റാർ എ, ഇത് ആർ ടൈംസ്. അപ്പൊ ഇത് മൊത്തം ആർ പ്ലസ് എസ് ടൈംസ് ആയിരിക്കത്തില്ലേ? മൊത്തം എത്ര എ കാണും? ആർ പ്ലസ് എസ് എ കാണും. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? നമ്മൾ എക്സ്പോണൻസിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ നമുക്ക് ഇതിനെ ഒറ്റയടിക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു എ റൈസ് ടു എസ് പ്ലസ് ആർ എന്ന് എഴുതാം. ഇനി ഇത് തന്നെയാണ് എ റൈസ് ടു ആർ പ്ലസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അപ്പൊ എ റൈസ് ടു ആർ പ്ലസ് എസിനെ എനിക്ക് എ റൈസ് ടു ആർ സ്റ്റാർ എ റൈസ് ടു എസ് എന്ന് വിളിക്കാം. എ റൈസ് ടു ആർ എന്ന് പറഞ്ഞാൽ G2 ആണ്.
G2 സ്റ്റാർ G1 എന്ന് വിളിക്കാം. അപ്പൊ G1 സ്റ്റാർ G2 എടുത്താൽ ഇവിടെ നമുക്ക് യെസ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ G2 സ്റ്റാർ G1 എത്താൻ പറ്റും. ഏത് എലമെന്റ് എടുത്താലും നമ്മൾ വെറുതെ എടുത്തതുകൊണ്ട് G1 G2 എടുത്തിട്ട് നമുക്കത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കിട്ടി. therefore നമുക്ക് എന്ത് പറയാം, G ഈസ് an abelian ഗ്രൂപ്പ് ആണെന്ന് പറയാൻ പറ്റും. സോ abelian ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എടുക്കുക, അവിടെ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നമ്പർ തിയറിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഡിവിഷൻ അൽഗോരിതം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്റിജേഴ്സിന്റെ ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഏതൊരു പോസിറ്റീവ് ഇന്റിജർ m എടുത്താലും ഒരു ഇന്റിജർ ഏതെങ്കിലും ഒരു ഇന്റിജർ n നമ്മൾ എടുക്കുവാണെങ്കിൽ then there exist unique integers q and r such that n is equal to m3 plus r. അപ്പൊ ഈ നൊട്ടേഷൻ ഡിവിഷൻ അൽഗോരിതത്തിൽ Q എന്ന് പറയുന്നതിന് നമ്മൾ കോഷ്യന്റ് എന്നും ആറിന് നമ്മൾ ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആണ് അതിന് നമ്മൾ റിമൈൻഡർ എന്നും വിളിക്കും അല്ലെ. ആർ എന്ന് പറയുന്നത് 0ക്കും m-നും ഇടയിലുള്ള നമ്പർ ആയിരിക്കണം. നമ്മൾ സാധാരണ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോഷ്യന്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു നമ്പർ പ്ലസ് റിമൈൻഡർ അങ്ങനെ കിട്ടുമെന്ന് പറയുന്നേ ഉള്ളൂ. അപ്പൊ ഫൈൻഡ് ദി കോഷ്യന്റ് Q ആൻഡ് റിമൈൻഡർ ആർ വെൻ 38 ഈസ് ഡിവൈഡഡ് ബൈ 7. നമുക്കറിയാം അത് ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്ത് എഴുതുവാണെങ്കിൽ 38 ഈസ് ഈക്വൽ ടു 7 into 5 plus 3 എന്ന് എഴുതാൻ പറ്റും അല്ലെ. നമ്മൾ ജസ്റ്റ് 38നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 7s are 35, റിമൈൻഡർ 3 കിട്ടും. സോ ആ റിമൈൻഡർ ആണ് നമുക്ക് 3 എന്ന് പറഞ്ഞു വരുന്നത്. സോ ഇവിടുത്തെ കോഷ്യന്റ് എന്ന് പറയുന്നത് Q ആണ്. Q എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 5 ആണ്. റിമൈൻഡർ എന്ന് പറയുന്നത് 6 ആണ്. ഇവിടുത്തെ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ്. സോ Q ഈക്വൽ ടു 5ഉം R ഈക്വൽ ടു 3ഉം. അതേപോലെ തന്നെ നമ്മൾ കോഷ്യന്റും റിമൈൻഡറും -38 ആണെങ്കിൽ എന്താ സംഭവിക്കും നോക്കാം. -38 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക റിമൈൻഡർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 into -5 -35 എന്ന് എടുത്താലും പിന്നെ -3 ആണ് ബാക്കിലോട്ട് പോകേണ്ടി വരുന്നത്. പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ, 7 into -6 എടുക്കും. 7 into -6 എടുക്കും. 7 into -6 എന്ന് പറയുമ്പോൾ -42 വരും. അതിന്റെ കൂടെ +4 ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് -38 കിട്ടുന്നത്. സോ ഇവിടുത്തെ ക്യൂവിന് ഏത് ഇന്റിജർ വേണമെങ്കിലും ആകാം, നെഗറ്റീവ് ആകാം. സോ -6 എഴുതാം. R എന്ന് പറയുന്നത് എപ്പോഴും 0ക്കും ഇവിടുത്തെ നമ്പർ 0ക്കും 7നും ഇടയിലായിരിക്കും കിടക്കുന്നത്. സോ R എന്ന് പറയുന്നത് ഇവിടെ 4 ആയിരിക്കും വരുന്നത്. ഇതാണ് ഡിവിഷൻ അൽഗോരിതം ഓഫ് Z. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് പറഞ്ഞു പോയേക്കുന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത തിയറം പ്രൂവ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ്. എ സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈ സൈക്ലിക്. ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് എടുത്താൽ അതും എന്തായിരിക്കും, സൈക്ലിക് ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. നോക്കിയടാ, G എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്തു. അതിന്റെ ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അതും സൈക്ലിക് ആയിരിക്കും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ഒരു സബ് ഗ്രൂപ്പ് കൂടി നമ്മൾ എടുക്കണം. ലെറ്റ് H be a സബ് ഗ്രൂപ്പ് ഓഫ് G. അപ്പൊ നമ്മൾ G എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പ് എടുത്തു, അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് H എടുത്തു. ഇനി നമുക്ക് കാണിക്കേണ്ടത് H-ഉം ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണെന്നാണ് അല്ലെ. അപ്പൊ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. H എന്ന് പറയുന്നത് ഐഡന്റിറ്റി മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ വേറെ എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പ് ആകാം. അപ്പൊ H ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അത് സൈക്ലിക് ആണ്, ഐഡന്റിറ്റി ജനറേറ്റ് ചെയ്ത് സൈക്ലിക് ആണ്. ഇനി H അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വേറെയും എലമെന്റ്സ് അതിനകത്ത് കാണും അല്ലെ. then a raised to n belongs to H for some n belongs to Z plus. കാര്യം നമുക്ക് വേറൊന്നുമല്ല, G എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണ്. അപ്പൊ ജിക്കകത്തുള്ളത് എയുടെ പവറുകളാണ്. അതില് H എന്ന് പറയുന്നത് ജിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എലമെന്റ്സ് എച്ചിലും കാണും അല്ലെ. അപ്പൊ സെറ്റ് ഇ മാത്രമല്ല വേറെയും നമ്പർ ഉണ്ടെങ്കിൽ എ റൈസ് ടു എൻ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് കാണും. ചില ഇന്റിജേഴ്സ് ഏതെങ്കിലും ഒരു ഇന്റിജർ കൊടുക്കുന്ന എ റൈസ് ടു എൻ എച്ചിൽ കാണും. ഓക്കെ, അങ്ങനെയുള്ള എ റൈസ് ടു എന്നുകൾ എച്ചിലുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളതിൽ ഏറ്റവും ചെറിയ ഇന്റിജറിനെ, സ്മോളസ്റ്റ് ഇന്റിജറിനെ നമ്മൾ എം എന്ന് വിളിച്ചു, സ്മോളസ്റ്റ് പോസിറ്റീവ് ഇന്റിജറിനെ. ഓക്കെ, അതായത് Z പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇന്റിജർ ആണ്. എന്ന് വെച്ചാൽ സംഭവം വേറൊന്നുമല്ല, എ റൈസ് ടു എം എന്ന് പറയുന്നത് എച്ചിലുണ്ട്. എം ഒരു പോസിറ്റീവ് ഇന്റിജർ. സപ്പോസ് എം ഇപ്പൊ 3 എം ഇപ്പൊ 5 ആണെന്ന് വിചാരിച്ചോ. എ റൈസ് ടു 5 എച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എ റൈസ് ടു 4 ഇല്ല, എ റൈസ് ടു 3 ഇല്ല, എ റൈസ് ടു 2 ഇല്ല, എ റൈസ് ടു 1 ഇല്ല. എയുടെ ഏറ്റവും ചെറിയ പവർ ആണ് എം എന്ന് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ അതിനേക്കാൾ താഴ്ന്ന പവർ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന എ റൈസ് ടു എം, നമുക്കതിനെ സി എന്ന് വിളിക്കാം. എ റൈസ് ടു എം നമുക്കതിനെ സി എന്ന് വിളിക്കാം. ഈ സി എച്ചിനെ ജനറേറ്റ് ചെയ്യുമെന്നാണ്. നമുക്ക് എന്താണ് കാണിക്കേണ്ടത്, എച്ച് സബ് ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണെന്നാണ് കാണിക്കേണ്ടത്. എച്ച് സൈക്ലിക് ഗ്രൂപ്പ് ആകണമെങ്കിൽ എച്ചിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് കാണണം. അതായത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആവണമെങ്കിൽ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് ജനറേറ്ററിന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു എച്ച് ഐഡന്റിറ്റി മാത്രമാണെങ്കിൽ അത് സൈക്ലിക് ആണ്.
രണ്ടാമത് നമ്മൾ ആ ഒരു കേസ് വിട്ടു, ഐഡന്റിറ്റി മാത്രമല്ല വേറെയും എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ജിയുടെ എലമെന്റ്സ് തന്നെ എയുടെ പവറുകളായിട്ടാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് എലമെന്റ്സ് എടുത്ത് എച്ചിനകത്ത് വെച്ചാൽ അതും എയുടെ പവറുകളായിട്ടായിരിക്കും ഉള്ളത് അല്ലെ. അങ്ങനെയുള്ള പവറുകളിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് പവർ ഉള്ള നമ്പർ ആയിട്ട് നമ്മൾ എ റൈസ് ടു എമ്മിനെ ചൂസ് ചെയ്തു. അതായത് എമ്മിനേക്കാൾ ചെറിയ പോസിറ്റീവ് പവർ ഉള്ള ഒരു നമ്പറും എച്ചിനകത്ത് ഇല്ല. ഇനി നമ്മൾ പറയുന്നു ആ ഏറ്റവും ചെറിയ പോസിറ്റീവ് പവർ ഉള്ള എ റൈസ് ടു എം കൊണ്ട് നമുക്ക് എച്ചിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ എന്താണ്, വേറെ ഏത് എലമെന്റ് എടുത്താലും ഈ ജനറേറ്ററിന്റെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. സോ നമുക്ക് കാണിക്കേണ്ട എന്താണ്, ഏതൊരു ബി ബിലോങ്സ് ടു എച്ച് എടുത്താലും അത് സിയുടെ പവർ ആക്കി എഴുതാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ സി കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് എച്ച് എന്ന് പറയാൻ പറ്റുന്നത് അല്ലെ. ഏതൊരു എലമെന്റ് എടുത്താലും അത് സിയുടെ പവർ ആയിട്ട് മാറണം. ഇനി നമുക്കറിയാം ബി എന്ന് പറയുന്നത് എച്ചിലുണ്ടെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എച്ച് ജിയുടെ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ബി ഈക്വൽ ടു എ റൈസ് ടു എൻ ഫോമിലായിരിക്കും. കാരണം ജിയിലുള്ള എല്ലാ എലമെന്റ്സും എ റൈസ് ടു എൻ ഫോമിലാണ്. അതിൽ നിന്ന് കുറച്ച് എലമെന്റ്സിനെ എടുത്തിട്ടാണ് എച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എച്ചിനകത്തുള്ള എലമെന്റും എ റൈസ് ടു എൻ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നു. ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ക്യൂവും ആറും കണ്ടുപിടിക്കാൻ പറ്റും. എന്നിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എൻ ഈസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആർ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ആണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടത്തെ ആർ ഈക്വൽ ടു 0 വരുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആ ആർ 0 വരുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. n ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ ആണെങ്കിൽ എ റൈസ് ടു എന്നിന് എനിക്ക് എ റൈസ് ടു എം ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മൾ എ റൈസ് ടു എം ക്യൂ, അതായത് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ആണ് എ റൈസ് ടു എം എൻ എന്ന് പറയുന്നത്, എം എൻ. അപ്പൊ എ റൈസ് ടു എം ക്യൂനെ എനിക്ക് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു ക്യൂ എന്ന് എഴുതാൻ പറ്റും. എ റൈസ് ടു ആർ പ്ലസ് എ റൈസ് ടു ആർ ആണ്. നമ്മൾ വേറൊരു സാധനം പഠിച്ചിട്ടുണ്ട്, എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു ആർ ആണ്. അതേപോലെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ്. അപ്പൊ പ്ലസ് ആറിന് നമുക്ക് പുറത്ത് എഴുതി കഴിഞ്ഞാൽ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു ക്യൂ ഇൻറ്റു എ റൈസ് ടു ആർ എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഇനിയാണ് ഈ എ റൈസ് ടു ആറിനെ അവിടെ നിർത്തി എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു ക്യൂനെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ അത് ഹോൾ റൈസ് ടു മൈനസ് ക്യൂ ആയിട്ട് മാറും. സോ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് വന്നു. ക്ലിയർ അല്ലേ? എന്നുവെച്ചാൽ സംഭവം വേറെ ഒന്നുമില്ലടാ. നോക്കിയേ, ഇവിടെ നമ്മൾ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ കൊണ്ട് അപ്പുറം ഇപ്പുറം മൾട്ടിപ്ലൈ ചെയ്യുന്ന ആലോചിച്ചാൽ മതി. ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു ക്യൂ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ ഇൻറ്റു എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു ക്യൂ ആർ. അതായത് ഈ സൈഡിലും എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഈ കിടക്കുന്നത്. സോ ഇത് ഐഡന്റിറ്റി ആയിട്ട് മാറും. സോ എ റൈസ് ടു ആർ ആണ്. സോ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു മൈനസ് ക്യൂ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു ആർ ആയിട്ട് വരും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, എ റൈസ് ടു എമ്മും എ റൈസ് ടു എന്നും എച്ചിലുണ്ട്. എച്ച് ഒരു ഗ്രൂപ്പാണ്. സബ് ഗ്രൂപ്പ് ആകുമ്പോൾ അത് ഇറ്റ്സെൽഫ് ഒരു ഗ്രൂപ്പാണ്. അപ്പൊ എ റൈസ് ടു എം ആ ഗ്രൂപ്പിനകത്തുണ്ടെങ്കിൽ അതിന്റെ ഏത് പവർ എടുത്താലും ആ ഗ്രൂപ്പിനകത്ത് കാണും. എ റൈസ് ടു എന്നും എച്ചിനകത്തുണ്ട്. അപ്പൊ അവരുടെ പ്രൊഡക്റ്റും എവിടെ കാണും? എച്ചിനകത്ത് കാണും. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു ആർ അല്ലേ. സോ എ റൈസ് ടു ആർ എച്ചിനകത്തുണ്ടെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ റൈസ് ടു ആർ എച്ചിനകത്തുണ്ടെന്ന് കിട്ടി. ഇനി നമുക്കറിയാം എച്ചിനകത്തുള്ള എയുടെ പവറുകളിൽ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറയുന്നത് എം ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞേക്കുന്നത് ആറ് എമ്മിനേക്കാൾ ചെറുതാണെന്നാണ്. പക്ഷെ എ റൈസ് ടു ആർ എച്ചിലുണ്ട്. എടാ മക്കളെ, എ റൈസ് ടു ആർ എച്ചിലുണ്ട്. പക്ഷെ എച്ചിന് അകത്ത് വരാൻ പറ്റുന്ന എയുടെ സ്മോളസ്റ്റ് പോസിറ്റീവ് പവർ എന്ന് പറയുന്നത് എ റൈസ് ടു എം ആണ്. പക്ഷെ ആറ് എമ്മിനേക്കാൾ ചെറുതാണ്. അപ്പൊ ആറ് എമ്മിനേക്കാൾ ചെറുതാണെങ്കിൽ ആറിന് ഒരിക്കലും പോസിറ്റീവ് നമ്പർ ആവാൻ പറ്റത്തില്ല. കാര്യം എച്ചിനകത്തുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ എം ആണ്. അതിനേക്കാൾ ചെറുതാണ് ആറ്. സോ ആറിന് ഒരിക്കലും എന്താകാൻ പറ്റത്തില്ല? പോസിറ്റീവ് നമ്പർ ആകാൻ പറ്റത്തില്ല. പിന്നെ ആറിന് എന്ത് മാത്രമേ ആകാൻ പറ്റൂ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം ആണ്. അപ്പൊ അതിന് 0 മാത്രമേ ആകാൻ പറ്റൂ. സോ ആ എം ആണ് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ എ റൈസ് ടു എം എച്ചിൽ ഉണ്ടാവുന്ന രീതിയിൽ. പക്ഷെ ആറ് എമ്മിനേക്കാൾ ചെറുതാണ്. അപ്പൊ ആറിന് ഒരിക്കലും പോസിറ്റീവ് ആവാൻ പറ്റത്തില്ല. ആറ് 0 ആണ്. ഈ ഇക്വേഷനിൽ ആറ് 0 എന്ന് കൊടുത്താൽ n ഈക്വൽ ടു എം ക്യൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ n ഈക്വൽ ടു ക്യൂ എം. സോ ബി എന്ന് പറയുന്നത് എ റൈസ് ടു എൻ ആണ്. നമുക്കതിനെ എ റൈസ് ടു എൻ ഈക്വൽ ടു ക്യൂ എം അല്ലേ, അല്ലെങ്കിൽ എം ക്യൂ അല്ലേ.
ഇപ്പൊ എ റൈസ് ടു എം ക്യൂ എന്ന് എഴുതാം, എന്ന് വെച്ചാൽ എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു ക്യൂ എന്ന് എഴുതാം. എ റൈസ് ടു എം സി ആണ്, സി റൈസ് ടു ക്യൂ. സോ ഏതൊരു നമ്പർ എടുത്താലും അതിന് നമുക്ക് സിയുടെ പവർ ആക്കി പറയാൻ പറ്റും. അതായത് ഏതൊരു ബി എടുത്താലും അത് പവർ ഓഫ് സി ആണ്, ബി ഈക്വൽ ടു സി റൈസ് ടു ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏത് നമ്പർ എടുത്താലും സിയുടെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. therefore എച്ച് ഈ സൈക്ലിക് അല്ലെ, എച്ച് ഈ സൈക്ലിക്, എച്ച് സൈക്ലിക് ആണ് വിത്ത് ജനറേറ്റർ സി, എച്ച് സൈക്ലിക് ആണ് വിത്ത് ജനറേറ്റർ സി. കാര്യം ഏത് അതർ എലമെന്റ് എടുത്താലും നമുക്ക് സിയുടെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൂഫ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പ്രൂഫിന്റെ ആ ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു കൊറോളറി ആണ്. ഇസഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അണ്ടർ അഡിഷൻ. നമുക്കറിയാം ഇന്റിജേഴ്സ് അണ്ടർ അഡിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സബ് ഗ്രൂപ്പുകളെല്ലാം എൻ ഇസഡിന്റെ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എൻ ഇസഡിന്റെ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്ത ഇസഡ് എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ് കേട്ടോ. ഇസഡ് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. കാര്യം ഇസഡിന്റെ ജനറേറ്റർ എന്ന് പറയുന്നത് നമ്മളിവിടെ എക്സാമ്പിൾ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോ സൈക്ലിക് ഗ്രൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം കേട്ടോ. അതാ നോക്കിയേ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് ഇസഡ്. കാര്യം എന്താണെന്ന് അറിയാവോ? ഇസഡിന്റെ ഏത് നമ്പർ എടുത്താലും നമുക്ക് വണ്ണിന്റെ ഇസഡ് അണ്ടർ അഡിഷൻ ആണ്. ഇസഡ് അണ്ടർ അഡിഷൻ നമുക്ക് അവിടുത്തെ ജനറേറ്റർ ആയിട്ട് മാറുന്നത് വൺ ആണ്. വണ്ണ് ജനറേറ്റ് ചെയ്യും. -1 കൊണ്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജനറേറ്റർ ഈസ് 1 ഓർ -1. അതായത് ഏത് നമ്പർ എടുത്താലും ഇപ്പൊ ഇസഡിനകത്ത് ഒരു ഇൻഡിജർ എടുത്തു, ഞാൻ പറയാം ഒരു 7 എടുത്തു. 7ന് എനിക്ക് എങ്ങനെ എഴുതാം? 1 + 1 + എക്സെട്ര +1, 7 ടൈംസ് ആഡ് ചെയ്താൽ മതി അല്ലെ. ഇനി ഞാനിപ്പോ -13 എടുത്തു. അപ്പോ ഇത് നെഗറ്റീവ് പവർ ആയിട്ടും പോവാം. അതായത് വണ്ണിന്റെ ഇൻവേഴ്സ് എടുക്കുക, -1 എക്സെട്ര -1 എന്ന് പറഞ്ഞ് 13 ടൈംസ് വണ്ണിന്റെ ഇൻവേഴ്സിനെ ആഡ് ചെയ്താൽ മതി. സോ അതിന് ഇൻവേഴ്സിനെ ആഡ് ചെയ്യാം. നെഗറ്റീവ് നമ്പറിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ഇസഡിനെ നമുക്ക് 1 കൊണ്ടും -1 കൊണ്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതെന്താണ്? ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇസഡിന്റെ സബ് ഗ്രൂപ്പുകളൊക്കെ ഈ സൈക്ലിക് ഗ്രൂപ്പുകളാണ്. അവരുടെ ഫോം എന്ന് പറയുന്നത് എൻ ഇസഡ് ആയിരിക്കും. അപ്പോ ഇസഡിന്റെ സൈക്ലിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് എൻ ഇസഡിന്റെ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ആറും എസും രണ്ട് പോസിറ്റീവ് ഇൻഡിജർ ആണെന്ന് വിചാരിക്കുക. ദ പോസിറ്റീവ് ജനറേറ്റർ ഡി ഓഫ് ദി സൈക്ലിക് ഗ്രൂപ്പ്. അതായത് ഇസഡ് എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ഇപ്പൊ ഇസഡിന്റെ ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അതും സൈക്ലിക് ആയിരിക്കും. എച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ NR + MS സച്ച് ദാറ്റ് N, M ബിലോങ്സ് ടു ഇസഡ്. അപ്പൊ രണ്ട് ഇൻഡിജറിനെ ഫിക്സ് ചെയ്തിട്ട് ഈ ഏതെങ്കിലും ഇൻഡിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്ത് കിട്ടുന്ന ഒരു സബ് ഗ്രൂപ്പിന്റെ ജനറേറ്ററിനെയാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ശരിക്കും ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡിവൈസറിനെയാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഡെഫിനിഷൻ കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 42ന്റെയും 72ന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ HCF എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാ. അപ്പൊ 42ന്റെ എന്താണ് ഫാക്ടേഴ്സ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഫാക്ടേഴ്സ് ആരൊക്കെ വരും? പോസിറ്റീവ് ഫാക്ടേഴ്സ് 1, 2, 3 വരും. അടുത്ത 4 വരത്തില്ല, 5 വരത്തില്ല, 6 വരും, 7 വരും, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല. പിന്നെ വരുന്നത് 14 വരും അല്ലെ. 14 വരും. പിന്നെ വരുന്നത് എനിക്കൊന്ന് 21 വരും, 42 വരും. അപ്പൊ ഇതെത്രയാണ് ആരുടെ 42ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ 72 നമ്മൾ എഴുതുവാണെങ്കിൽ ആരൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 ഇല്ല, 6 വരും, 7 ഇല്ല, 8 വരും, 8ഉം 9ഉം വരും, പിന്നെ 12 വരും. പിന്നെ എത്രയാ വരുന്നത്? 72 അല്ലേ. അപ്പോ 18 ആണോ? 18 വരും. നെക്സ്റ്റ് 24 വരും. അടുത്ത 36 വരും, 72 വരും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള വലിയ നമ്പർ ആരാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോ കോമൺ ആയിട്ടുള്ള വലിയ നമ്പർ ആരായിരിക്കും? രണ്ടിലും വരണം. രണ്ടിലും വരുന്ന കോമൺ ആയിട്ടുള്ള വലിയ നമ്പർ ആരാണെന്ന് നമുക്ക് നോക്കി പറയാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇവരുടെ കോമൺ ആയിട്ട് വരുന്ന വലിയ നമ്പർ എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. സോ GCD എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? GCD ഈസ് ഈക്വൽ ടു 6 ആണ് നമുക്ക് വരുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനും ഒരു റിസൾട്ടും ആണ്. രണ്ട് പോസിറ്റീവ് ഇൻഡിജർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ റിലേറ്റീവ്ലി പ്രൈം എന്ന് വിളിക്കണമെങ്കിൽ അവരുടെ GCD 1 ആയിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 12ഉം 25ഉം അവരുടെ GCD 1 ആണ്. സോ അവരെ റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയാം. ആറും എസും റിലേറ്റീവ്ലി പ്രൈം ആണ്. R ഡിവൈഡ്സ് S × M ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും R മസ്റ്റ് ഡിവൈഡ് M ആയിരിക്കും. അതായത് R എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ ഒരു 12 ഡിവിസിബിൾ ബൈ 12 ഡിവിസിബിൾ ബൈ
ഇപ്പൊ നമുക്ക് പറയാം ഒരു 24 × 25 എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ 12 ഒരിക്കലും 25-ന് ഡിവിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ 25 റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് 12 ഡിവൈഡ്സ് 24 എന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ആറും എസും റിലേറ്റീവ്ലി പ്രൈം ആണ്, R/S M ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാം R/M ആയിരിക്കും എന്ന് പറയാം. അപ്പൊ ആ റിസൾട്ട് കൂടി നോക്കി വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.